കേരളത്തിൽ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളും TV ഡിബേറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം BJP ഇവിടുത്തെ മൂന്നാമത്തെ പ്രബല കക്ഷിയാണ്. ഇത്ര % വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പോയ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി, എവിടൊക്കെയാണ്, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു, എവിടൊക്കെയാണ് അവർക്ക് നിർണായക സ്വാധീനം, അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പം എൻ്റെ ഒരു ധാരണ, ഇവിടുത്തെ മീഡിയ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഈ ശോഭാ സുരേന്ദ്രനായിരിക്കും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള പോസിബിലിറ്റി. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ കളത്തിലിറക്കിയപ്പോൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്നലെ വരെ കേരളം കണ്ട ഒരു രാഷ്ട്രീയമുണ്ട്, അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയിൽ, അത് മുഴുവനും ബ്രേക്ക് ചെയ്തു.